ന്യൂസ് ആൻഡ് വോയിസിലേക്ക് സ്വാഗതം. UAE ഗവൺമെന്റ് പ്രഖ്യാപിച്ച പൊതുമോഹവുമായി ബന്ധപ്പെട്ട് പല ആശങ്കകളും സംശയങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിനും കൂടുതൽ ഉപദേശങ്ങൾക്കുമായി നമുക്ക് ഇവിടെ ഒരു അതിഥി എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് PA ഹക്കീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അഡ്വക്കേറ്റ് PA ഹക്കീമിനെ ലുക്കിംഗ് ഫോർവേഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് പൊതുമോഹം? നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പറയുകയാണെങ്കിൽ UAE-യിൽ പലതരത്തിലുള്ള വിസ വയലേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വിസ ഇല്ലാതെ വലിയ ഫൈനോട് കൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നാട്ടിലേക്ക് പോവാൻ അല്ലെങ്കിൽ ഈ ഫൈനൊന്നും അടയ്ക്കാതെ നാട്ടിലേക്ക് പോവാനോ ഇവിടെ വിസ സ്റ്റാറ്റസ് മാറ്റി അവരെ പൊതു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനോ ഇവിടുത്തെ ഗവൺമെന്റ് നൽകിയിട്ടുള്ള ഒരു അവസരമാണ് പൊതുമാപ്പ്. അപ്പോൾ പല ആളുകളും ഈ പൊതുമാപ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അതിന്റെ ആ ഇമ്പോർട്ടന്റ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അത് ഉപയോഗിക്കാൻ ഒരു മടി കൂടി കാണിക്കുന്നത്. ഈ പൊതുമാപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ തരത്തിലുള്ള വിസ വയലേഷനായിട്ട് നിൽക്കുന്ന ആളുകൾക്കും ഇത് ഉപയോഗിക്കാം. ഒരുപക്ഷെ PCT വിസയിൽ വന്ന് ഇവിടെ ജോലി ലഭിക്കാതെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു, പിന്നെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയാതെ അങ്ങനെ അബ്സ്കോണ്ടിങ് ആയിട്ടുള്ള വലിയ ഫൈനുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ റെസിഡൻസ് വിസയിലുള്ള ആളുകൾ ഒരുപക്ഷെ എംപ്ലോയർ അബ്സ്കോണ്ടിങ് ചെയ്തു, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ വിസ കാലാവധി കഴിഞ്ഞു വർഷങ്ങളായിട്ട് ഇവിടെ തുടരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാം. അതുപോലെ രക്ഷിതാക്കളായിട്ടുള്ള അല്ലെങ്കിൽ സ്പോൺസർ ആയിട്ടുള്ള അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കൊക്കെ വിസ പ്രോബ്ലം വന്നു, ഏതെങ്കിലും സാഹചര്യത്തിൽ കംപ്ലീറ്റ് ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ഒക്കെ വന്ന് അങ്ങനെ ബന്ധപ്പെട്ട് അവരുടെ ഡിപ്പെൻഡന്റ് വിസയിലുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. ഒരുപക്ഷെ ഇവിടെ പാസ്പോർട്ട് ഇല്ലാത്ത, ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷെ പാസ്പോർട്ട് ഇല്ല, വിസയും ഇല്ല, അങ്ങനത്തെ ആളുകൾക്ക് കൂടി ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ ഈ കേസുകളിൽ ഇവർ എവിടൊക്കെയാണ് ചെല്ലേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇത് നോർമലാണ്. നേരത്തെയൊക്കെ ഒരു പ്രത്യേക ടെന്റ് കെട്ടി അവിടെ പോയിട്ട് അപേക്ഷ നൽകുന്ന ഒരു സംവിധാനമാണ്. പക്ഷെ ഇപ്രാവശ്യം തന്നിരിക്കുന്നത് ഓൺലൈനിലൂടെ തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് പാസിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഷാർജ, അജ്മാനൊക്കെ ICPയുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടൈപ്പിംഗ് സെന്ററുകളിൽ പോയാൽ വളരെ ചെറിയ ചാർജിൽ, ഒരു 100 ദിർഹത്തിന് താഴെയാണ് ഇതിന് ചാർജ് വരുന്നത്. ദുബായിലാണെങ്കിൽ ആമർ സെന്റർ പോലെയുള്ള സെന്ററുകൾ, പിന്നെ ചില ആളുകൾക്ക് അബ്സ്കോണ്ടിങ് ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആമർ സെന്ററിൽ പോകുമ്പോൾ അവർക്ക് നിർദ്ദേശം നൽകും. ഒരു പക്ഷേ അവർ GDRF സെന്ററുകളിൽ പോകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ICPയിൽ പോയാലും ചില വിസിറ്റിംഗ് വിസയിൽ വന്ന ആളുകൾക്ക് ഫിംഗർ പ്രിന്റ് ബയോമെട്രിക് സംവിധാനം ആവശ്യമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് SMS വരും അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കിട്ടും. അതനുസരിച്ച് അവിടെ പോയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ പൊതുമാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലേക്ക് ചെല്ലുന്നവർക്ക് തിരിച്ചു വരാൻ പറ്റുമോ? അല്ല, ഈ പൊതുമാപ്പ് 2 മാസം കൊണ്ട് 2 മാസത്തിൽ തന്നെ തിരിച്ചു വരണമോ എന്ന പല സംശയങ്ങളുണ്ട്. അത് എങ്ങനെയാണ്? ഇതിനകത്ത് ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുള്ളത് ഈ ഒരു പൊതുമാപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് തിരിച്ചു വരാൻ യാതൊരു നിയമ തടസ്സവും ഇല്ല എന്നാണ്. പക്ഷേ ചില ടെക്നിക്കൽ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത മുൻനിർത്തി അത്രത്തോളം നമ്മൾ ആ ഒരു റിസ്ക് ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഇവിടെ തന്നെ നിന്ന് സ്റ്റാറ്റസ് മാറാനുള്ള അവസരമുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഓഫർ ലെറ്റർ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ നിങ്ങൾക്ക് ജോലി തരാൻ തയ്യാറാണെങ്കിൽ ആ രേഖകളുമായി പോയി സ്റ്റാറ്റസ് മാറ്റി ഇവിടെ തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത ശേഷം നാട്ടിലേക്ക് പോയി വരുന്നതായിരിക്കും ഉത്തമം. ഈ തൊഴിലുടമ, സ്പോൺസേഴ്സ് ഒക്കെ അബ്സ്കോണ്ടിങ് ചെയ്ത പല കേസുകളുണ്ടാവും. അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എല്ലാ അബ്സ്കോണ്ടിങ്ങിലുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഈ അബ്സ്കോണ്ടിങ് എന്ന സംവിധാനത്തിൽ നേരത്തെ തൊഴിലുടമ അവർ NOC കൊടുത്താൽ മാത്രമേ ഇവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് എമിഗ്രേഷനിൽ നിന്നും പരിഹരിക്കണമായിരുന്നു. എന്നാൽ ഈ ഒരു പൊതുമാപ്പിനോടനുബന്ധിച്ച് ഏത് തരത്തിലുള്ള അബ്സ്കോണ്ടിങ്ങും ഒരു പ്രശ്നവുമില്ലാതെ എടുത്തു മാറ്റാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഈ പൊതുമാപ്പ് നീട്ടി നൽകാൻ വല്ല സാധ്യത? അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കരുത്. നിലവിൽ അവർ പറഞ്ഞിട്ടുള്ളത് സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 31 വരെയാണ്. നമ്മൾ എത്രയും വേഗം ഈ 2 മാസത്തിനകത്ത് തന്നെ ഇത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നതാണ് ഉത്തമം. ഒരുപക്ഷെ മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഇവർക്ക് ഇപ്പോൾ ഒരു ഉദ്ദേശം ഇത്ര ആളുകൾ ഇവിടെ വയലേഷനായിട്ട് നിൽക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. അപ്പൊ ഈ മാസം കാലാവധി കഴിയാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിച്ചില്ല എങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ച് ഒരു പക്ഷേ ലഭിച്ചേക്കാം.
പക്ഷെ യാതൊരു കാരണവശാലും അങ്ങനെ നീട്ടി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആരും ഇത് ഉപയോഗിക്കാൻ വേണ്ടി വൈകിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഇപ്പോ സെപ്റ്റംബർ 1 മുതലാണ് ഈ പൊതുമാപ്പ് പ്രാബല്യത്തിൽ വന്നത്. അതെ. ഈ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുണ്ടായ കേസുകൾക്ക് എങ്ങനെയാണ് വിടുതൽ നിയമമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ? ഇല്ല, ഇത് ഈ ഒരു പൊതുമാപ്പിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് സെപ്റ്റംബർ 1 മുമ്പ് വയലേഷൻ ആയിട്ടുള്ള ആൾക്കാർ. ഉദാഹരണത്തിന് സെപ്റ്റംബർ 1 ശേഷം ആരെങ്കിലും അബ്സ്കോണ്ടിങ് ചെയ്യപ്പെട്ടാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിസ ഫൈൻ വന്നാലോ ഇതിന് ബാധകമല്ല, ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഈ ഇപ്പൊ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്ക് കാലാവധിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള കേസുകൾ ഒരുപാട് പേർക്കുണ്ടായിരുന്നു. അവർ എങ്ങനെയൊക്കെയാണ് ഇതിനെ പരിഹരിച്ചുകൊണ്ടിരുന്നത്? അതായത് ഈ പൊതുമാപ്പ്, എന്തുകൊണ്ട് പൊതുമാപ്പിന് ഇത്ര പ്രത്യേകത? അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ വീഡിയോ ചെയ്ത് പൊതുജനങ്ങൾക്ക്, ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന വിശ്വാസത്തിൽ നമ്മൾ ചെയ്യാൻ കാരണം, നേരത്തെ ഇത്തരത്തിലൊരു സാഹചര്യം പരിഹരിക്കണമെങ്കിൽ ഇവര് മാസങ്ങൾ കാത്തിരിക്കണം, ഒരുപാട് പണച്ചിലവും ആവശ്യമാണ്. അതുപോലെ തന്നെ അബ്സ്കോണ്ടിങ് കേസുകളൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ നിശ്ചിത എമൗണ്ട് 3000 ദിർഹം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇവർക്ക് ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്ത് അവരവിടെ നിന്ന് മാസങ്ങൾക്ക് ശേഷം അത് പരിഗണിച്ച് 3000 4000 ആ കുറഞ്ഞു വരുന്ന ഫൈൻ അടച്ച് മാത്രമേ ഇത് കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉള്ള ഈ സംവിധാനം പൊതുമാപ്പിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ 1 ദിവസമോ 2 ദിവസമോ അതിനകത്ത് ഇത് പരിഹരിക്കപ്പെടുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ. അത് മാത്രമല്ല, അത് കൂടാതെ പൊതുമാപ്പുമായിട്ട് ബന്ധപ്പെടാത്ത വിസിറ്റ് വിസയിൽ വന്ന് 1 ദിവസം കൂടെ അതിക്രമിച്ചു കഴിഞ്ഞാൽ വലിയ ഫൈനുകൾ, അബ്സ്കോണിയൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വക്കീൽ എന്താ പറയുന്നത്? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ ടൂറിസ്റ്റ് വിസയിൽ വരുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരു ജോലി എങ്ങനെയും കരസ്ഥമാക്കുക എന്നാണ്. ഒരുപക്ഷെ അവസാന നിമിഷത്തിൽ ഏതെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവരുടെ വാക്കുകൾക്ക് വേണ്ടി, ഫോൺ വിളികൾക്ക് വേണ്ടി, ലെറ്ററിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയം, ഏറ്റവും അവസാനത്തെ ദിവസത്തിൽ അവർ പ്രതീക്ഷിക്കുന്നത് 1 ദിവസമോ 2 ദിവസമോ നമ്മളെ വിസ കാലാവധി കഴിഞ്ഞാലും ആ ഒരു നിശ്ചിത എമൗണ്ട് 200 or 50 ദിർഹം പെർ ഡേ കൊടുത്താൽ മതിയല്ലോ എന്ന തെറ്റിദ്ധാരണയാണ് അവരെ ഈ വിസിറ്റിംഗ് വിസ അബ്സ്കോണ്ടിങ്ങിലേക്ക് നയിക്കുന്നത്. മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ 10 ദിവസം അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞു വരെയൊക്കെ അബ്സ്കോണ്ടിങ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്പോൺസർ ആയിട്ടുള്ള ട്രാവൽ ഏജന്റ് അവർ ചെയ്യുന്നത് 24 hours ശേഷം അല്ലെങ്കിൽ വിത്തിൻ 24 hours വരെ അബ്സ്കോണ്ടിങ് ചെയ്യുന്ന രീതിയുണ്ട്. കാരണം അവർക്ക് മറ്റു വിസ ലഭ്യമാകണമെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ വളരെ ഗൗരവത്തോടെ മുസ്ലിം വിസക്കാർ മനസ്സിലാക്കുക, ഒരു സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ പെട്ടെന്ന് അബ്സ്കോണ്ടിങ് വന്നു കഴിഞ്ഞാൽ 3000+ ദിർഹം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ അത് വളരെ വിഷമത്തിലേക്ക് നയിക്കും. ഈ ഗൗരവം മനസ്സിലാക്കി യാതൊരു കാരണവശാലും വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിഞ്ഞ് തുടരാൻ വേണ്ടി പരിശ്രമിക്കരുത് എന്നാണ് ഓർമ്മിപ്പിക്കുക. അപ്പൊ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫൈനുകൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അറിയാൻ സാധിക്കുമോ? അതെങ്ങനെയാണ് അറിയുന്നത്? അതാ ഇവർക്ക് നിയമത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിർബന്ധമായിട്ടും ഒരാൾ വിസിറ്റിംഗ് വിസയിൽ വന്നാൽ അദ്ദേഹം തിരിച്ചു പോകേണ്ട കാലാവധിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള 1 മാസമാണോ 2 മാസമാണോ എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങളുടെ ട്രാവൽ ഏജന്റ് നിങ്ങളെ ഓർമ്മിപ്പിച്ചില്ല എങ്കിൽ പോലും നമ്മളാണ് അതിന് ഉത്തരവാദി, നമ്മളാണ് അതിന് ബാധ്യസ്ഥൻ. ആ സമയം വ്യക്തമായി മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ മാത്രം നിക്ഷിപ്തമാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾക്ക് മുൻകാലങ്ങളിൽ ഒരുപാട് പൊതുമാപ്പ് കാലാവധി നാട്ടിലേക്ക് ആൾക്കാർ പോയിട്ടുണ്ട്. അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇങ്ങോട്ട് വരാൻ? ഇത് ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം അവരുടെ ഈ രാജ്യത്തേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹത്തിന്റെ ആ ഒരു വ്യാപ്തിയാണ് ഈ ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ നിലവിലെ ഈ ഒരു പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് കഴിയുന്ന വിസയില്ലാത്ത ആളുകൾക്ക് മാത്രമേ അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അങ്ങനെ പുറത്തുള്ള ആളുകൾക്ക് അവരുടെ ബ്ലഡ് റിലേഷനുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പരിശ്രമിച്ച് നോക്കാം. നമുക്ക് ഒരു ഉറപ്പ് പറയാനായിട്ട് കഴിയില്ല. ഇവിടെയുള്ള ഇമിഗ്രേഷൻ അതോറിറ്റിയുമായിട്ടോ അല്ലെങ്കിൽ ദിവാൻ ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ അറ്റോർണി ജനറലിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇവിടെ അവരുടെ ബന്ധപ്പെട്ട ആളുകളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കമ്പനി ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ജോലി ഈ രാജ്യത്തിന് ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഒരു എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ അതുപോലെ ഉന്നത ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ അതൊക്കെ കാണിച്ചിട്ട് അവർക്ക് വീണ്ടും ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാവുന്നതാണ്. ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു ഉറപ്പ് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ മറ്റു പല സഹോദരങ്ങൾ ഒരുപാട് പേര്
പല കേസുകളിലും ഇവിടെ അകപ്പെട്ടിട്ടുണ്ട്. അവർ എങ്ങനെയാണ് അതിന് റിക്കവർ ചെയ്തിട്ട് ഓവർകം ചെയ്തിട്ട് നിയമത്തിന് കീഴിൽ വരാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ പല സമയങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള മാറ്ററാണ്. നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ ഇവിടെ വിദേശ രാജ്യത്ത് ഇതുപോലുള്ള UAE പോലുള്ള രാജ്യത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ സംഭവിക്കുന്നത്, അവരിവിടെ വന്ന് താമസിക്കുമ്പോൾ ഇവിടുത്തെ ബേസിക് നിയമങ്ങൾ, ആ നിയമത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ, അവയർനെസ് ഇല്ലായ്മ അവരെ പല പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് അവരെ പല ബുദ്ധിമുട്ടിലേക്കും നയിക്കുന്നത്. പലരും വളരെ സിമ്പിളായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യങ്ങൾ, ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, പക്ഷെ അത് പോലീസിന് വിളിക്കുമ്പോൾ പോവാതിരിക്കുക, അല്ലെങ്കിൽ കോടതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതിരിക്കുക, ഹാജരാവാതിരിക്കുക. ഒരു നാട്ടിലെ ഒരു രീതി പിന്തുടരുമ്പോൾ നമ്മൾ ഈ വിദേശത്ത് രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി വന്ന ആളുകളാണെന്ന് മറക്കാതെ അവിടുത്തെ നിയമകാര്യങ്ങൾ മനസ്സിലാക്കി അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അല്ലാത്ത പക്ഷം ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ പെടാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അത് കൂടാതെ ഇവിടെ നമ്മൾ പല ആൾക്കാരും ഫ്ലാറ്റുകളിലാണ് താമസിക്കുന്നത്. വർഷാവർഷം ടെനൻസി കോൺട്രാക്ട് ഉണ്ട്. ഈ ടെനൻസി കോൺട്രാക്ട് നമ്മൾ തീർന്നു, നമ്മൾ ആ ഫ്ലാറ്റ് വെക്കേറ്റ് ചെയ്യുന്നു, വേറെ ഫ്ലാറ്റുകളിലേക്ക് പോകുന്നു, വാച്ച്മാനെ കീ ഏൽപ്പിക്കുന്നു, നമ്മൾ കരുതുന്നു ഇത് കംപ്ലീറ്റ് ക്ലിയർ ആയിരുന്നു. പക്ഷേ അത് പല വർഷങ്ങൾക്ക് ശേഷം വലിയ കേസുകളായിട്ട് മാറും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബേസിക് കാര്യം, നിങ്ങളൊരു കോൺട്രാക്ട്, ഒരു ടെനൻസി എഗ്രിമെന്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർ ചാനലിൽ ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതറിയാതിരിക്കുകയോ മറന്നു പോവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെടാം. എന്നാൽ നിലവിലെ നിയമം അനുസരിച്ച് നിങ്ങളുടെ കേസ് 1 വർഷത്തിനകത്ത് ചെയ്യണം, 2 വർഷത്തിനകത്ത് ചെയ്യണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ നാത്തൂറിന്റെ കയ്യിൽ അല്ലെങ്കിൽ വാച്ച്മാന്റെ കയ്യിൽ താക്കോൽ കൊടുത്ത് പോയിട്ടുണ്ടായിരിക്കാം, മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ലാൻഡ് ലോഡിന് ഇത് ഇവിടെ ക്യാൻസൽ ചെയ്താൽ മാത്രമേ മറ്റൊരാൾക്ക് നൽകാനായിട്ട് കഴിയുള്ളൂ. ഏതെങ്കിലും സാഹചര്യത്താൽ ഈ ലാൻഡ് ലോഡ് ഇത് മറന്നു പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും മരണം പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ച് അവിടെ എന്തെങ്കിലും തർക്കം ഉടലെടുക്കുകയൊക്കെ ചെയ്താൽ ഇവിടെ ചിലപ്പോൾ 2, 3, 4 വർഷത്തിന് ശേഷം മാത്രം ഈ ഒരു കേസ് അവർ നൽകിയേക്കാം. അങ്ങനെ വരുമ്പോൾ നേരത്തെ അവിടെ കോൺട്രാക്റ്റിന്റെ ഉടമയായിട്ടുള്ള ആ ടെനന്റ് ഈ പൂർണ്ണമായിട്ടുള്ള എമൗണ്ട് 4 വർഷത്തേക്ക് വലിയ ഒരു എമൗണ്ട് കൊടുക്കാൻ ബാധ്യസ്ഥനാവുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ ആ ഒരു അറിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ പ്രധാനമായും OTP നമ്മളോട് വിളിച്ചു വെച്ചിട്ട് OTP കൊടുത്തിട്ട് നമ്മുടെ സിഗ്നേച്ചർ ഇടാക്കുക, UAE പാസ് ഓപ്പൺ ചെയ്യാൻ കോൾ വരിക. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വർക്കിന്റെ ഉദ്ദേശം എന്താണ്? UAE പാസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു സമ്മതം, നിങ്ങളുടെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങൾ നൽകുകയാണ്. ഈ UAE പാസ് ഉപയോഗിച്ച് ഏത് ആപ്ലിക്കേഷനിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ആ UAE പാസിന്റെ നമ്പർ നിങ്ങൾ പറഞ്ഞു കൊടുത്ത് കൺഫേം ചെയ്യുന്നതോടുകൂടി, ഉദാഹരണം ഞാൻ പറയാം, ഞാൻ നിങ്ങൾക്ക് 1 ലക്ഷം ദിർഹം തരാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുത്തു, നിങ്ങളാണ് കേസ് കൊടുത്ത ആൾ. പക്ഷേ മറ്റൊരാൾക്ക് നിങ്ങൾ UAE പാസ് കൊടുക്കുകയാണെങ്കിൽ ആ 1 ലക്ഷം ദിർഹത്തിന്റെ കേസ് പിൻവലിക്കാനുള്ള അവസരം കൂടി അവിടെ ലഭിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മുടെ UAE പാസ്, അതുപോലെ വാട്സപ്പിൽ ഏത് കോഡ് വന്നാലും SMS വന്നാലും നമ്മൾ കൊടുത്തേക്കും. ചില സ്ഥലങ്ങളിൽ സിഗ്നേച്ചർ, പവർ ഓഫ് അറ്റോർണി വരെ ഇതിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെനൻസി എഗ്രിമെന്റ് SMS വന്നിട്ടുണ്ട്. SMS നിങ്ങൾ സ്വീകരിച്ച് ആ നമ്പർ കൈമാറുന്നതോടെ അതൊരു സിഗ്നേച്ചർ ആയിട്ട് പരിഗണിക്കുന്ന സാഹചര്യം കൂടി ഈ ഡിജിറ്റൽ ലോകമായിട്ടുള്ള UAE നിലവിലുണ്ട്. അത് ആളുകളുടെ സൗകര്യാർത്ഥവും വളരെ അക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത് തെറ്റായി ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാട് ഉണ്ട് എന്ന് മനസ്സിലാക്കി അത്തരത്തിൽ നമ്മൾ കൊടുക്കാതിരിക്കാം. വളരെ നന്ദി അഡ്വക്കേറ്റ് പി ഹക്കീം. നമുക്ക് തോന്നുന്ന എല്ലാ സംശയങ്ങൾക്കും മറുപടി കിട്ടിയെന്ന് തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിയതിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.